ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ടോപ്പിക്ക് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഓക്കെ, ഈ ചാപ്റ്ററാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ലോ വെരി സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് മണി ലോണ്ടറിങ്? മണി ലോണ്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളപ്പണത്തെ വെളുപ്പിക്കുക അല്ലേ. അതായത് നമ്മൾ നിയമവിരുദ്ധമായിട്ടുള്ള പൈസ നമ്മളത് നിയമപ്രകാരമുള്ള പൈസയായിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയനെയാണ് എന്ത് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള പൈസ അതായത് കള്ളപ്പണം എങ്ങനെയാണ് വന്നത്? നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനമാണ് എന്ത് കള്ളപ്പണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാവുമല്ലോ, ഒരു വരവുണ്ടാവുമല്ലോ, അതിനെയാണ് കള്ളപ്പണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു സംഖ്യ, വലിയൊരു തുക, വലിയൊരു വരുമാനം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ കള്ളപ്പണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ആയുധങ്ങൾ നമ്മൾ കൈവശപ്പെടുത്തുക, അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുക, അതുപോലെ തന്നെ കള്ളക്കടത്ത്, സ്മഗ്ലിങ്, അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് വ്യാപാരി, ഡ്രഗ് ട്രാഫിക്കിംഗ്, പിന്നെ പൈസ തട്ടിച്ചെടുക്കുക, പിന്നെ കൈക്കൂലിപ്പണം, പിന്നെ കമ്പ്യൂട്ടർ വഴി നമ്മൾ ഫ്രോഡ് നടത്തി കുറേ വേറൊരാളിൽ നിന്ന് കുറേ പൈസ തട്ടിച്ചെടുക്കുക, അതൊക്കെയാണ് കള്ളപ്പണത്തിൻ്റെ ആ ഹെഡിൽ വരും. അപ്പോൾ ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് കള്ളപ്പണം നമ്മൾ വെളുപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ ഒരു നിയമപ്രകാരമുള്ള പൈസയാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ആക്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഒബ്ജക്റ്റീവ്സ് ഉള്ളൂ. ആദ്യം ഈ കള്ളപ്പണത്തെ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരിക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ഈ കള്ളപ്പണം വഴി നമ്മൾ കുറേ പ്രോപ്പർട്ടീസൊക്കെ അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും, അതിനെ കണ്ടുപിടിച്ച് ജപ്തി ചെയ്യുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ഈ ഇന്ത്യയിൽ മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നേരിടുക. ഓക്കെ, അതോറിറ്റീസ് അണ്ടർ ദ ആക്ട്. ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്ന അധികാരികൾ, 2 അധികാരികളാണ് ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ അധികാരിയാണ്, അതോറിറ്റിയാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ED. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഉണ്ടല്ലോ, അവിടെയാണ് ഇവർ വർക്ക് ചെയ്യണത്. ഇവരുടെ മെയിൻ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളപ്പണം സംബന്ധിച്ചായിട്ടുള്ള കുറ്റവാളികളെ ചോദ്യം ചെയ്യുക, റെയ്ഡ് കണ്ടക്ട് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. സെക്കൻഡ് അതോറിറ്റിയാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്സ്. അത് ഇന്ത്യയുടെ ഒരു സെൻട്രൽ നാഷണൽ ഏജൻസിയാണ്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയകരമായിട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് കൈമാറാം. അതാണ് ഇവരുടെ ഡ്യൂട്ടി. ഓക്കെ, പ്രോസസ് ഓഫ് മണി ലോണ്ടറിങ്. പ്രോസസ് ഓഫ് മണി ലോണ്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പ്രോസസ്സ് ഉണ്ട്: പ്ലേസ്മെൻറ്റ്, ലെയറിങ്, ഇൻറ്റിഗ്രേഷൻ. പ്ലേസ്മെൻറ്റിൻ്റെ അകത്ത് പറയണത് കള്ളപ്പണം വെളുപ്പിക്കുന്ന അയാൾക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇല്ലീഗൽ മണി ആയിരിക്കും അയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് അയാൾ കൊണ്ടുപോയിടും. അത് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്: അയാൾ ലംസമായിട്ടുള്ള ക്യാഷ് ചെറിയ എമൗണ്ടുകളാക്കും, എന്നിട്ട് അത് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ കുറേ ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ് ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ട് പല സ്ഥലത്ത് കൊണ്ടുപോയി പല അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് അവർ കള്ളപ്പണം നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അടുത്ത പ്രോസസ്സാണ് ലെയറിങ്. ഇതിൻ്റെ അകത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ആൾ ചെയ്യണത് ഇങ്ങനെയാണ്. അതായത് ഈ
ഇവരുടെ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ ക്രിമിനൽ സോഴ്സ് അല്ലെങ്കിൽ ആ ഒറിജിനൽ സോഴ്സ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല അക്കൗണ്ട്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ പല അക്കൗണ്ടുകൾ വഴി അത് ഇങ്ങനെ കൈമാറി പോവും. പല ചാനൽസ് വഴിയും ആ ഫണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുറേ ബാങ്ക് അക്കൗണ്ട്സ് വഴി ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ ബാങ്ക് അക്കൗണ്ടിലോട്ട്, അത് വേറൊരു ബാങ്ക് അക്കൗണ്ടിലോട്ട്, അങ്ങനെ അതിൻ്റെ ഒറിജിനൽ സോഴ്സ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ന്യൂമറസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേഷൻ, ഈ പ്രോസസ്സിൻ്റെ അകത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ആൾക്ക് ശരിക്കുള്ള നിയമപ്രകാരമായിട്ടുള്ളൊരു പൈസ ഉണ്ടാവും. ആ പൈസയിലോട്ട് ഈ കള്ളപ്പണം മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളപ്പണം വഴി ഇയാൾ ചിലപ്പോൾ കുറേ ലക്ഷറി അസറ്റ്സ് മേടിക്കും, അല്ലെങ്കിൽ കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് വെഞ്ചേഴ്സിലൊക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീനെ പേടിക്കണ്ട, എന്നാൽ ഇയാൾക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഏജൻസി നോക്കുമ്പോൾ കള്ളപ്പണം ഏതാ ശരിക്കുള്ള പണം ഏതാന്നൊരു കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. എന്നാൽ സംശയം വരാത്ത രീതിയിലായിരിക്കും അയാളത് കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കുള്ള പണം കള്ളപ്പണമായിട്ട് മിക്സ് ചെയ്യണ ആ ഒരു സ്റ്റേജിനെയാണ് ഇൻറ്റിഗ്രേഷൻ. ഓഫൻസ് ഓഫ് മണി ലോണ്ടറിങ്ങിൻ്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒഫൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കണ 3 പാർട്ടായിട്ടാണ്, ABC. അപ്പോൾ പാർട്ട് എൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് എൻ്റെ അകത്ത് പറയുന്നത് ഈ മയക്കുമരുന്ന്, ഉറക്കം വരുത്തുന്ന എന്തെങ്കിലും ഡ്രഗ്സ്, സ്ഫോടക വസ്തുക്കൾ നമ്മളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താലും അത് ഒഫൻസ് തന്നെയാണ്. പിന്നെ ആയുധങ്ങൾ, വെപ്പൺസ്, ഇതൊക്കെ കൈവശപ്പെടുത്തിയാലും അത് ഒഫൻസാണ്. പിന്നെ ഇമ്മോറൽ ട്രാഫിക്, അതായത് നീതികെട്ട പ്രവൃത്തി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഒഫൻസാണ്. പിന്നെ അഴിമതി, അത് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അത് ഒഫൻസാണ്. പിന്നെ പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഒക്കെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാലും അത് ഒഫൻസാണ്. പിന്നെ പുരാതന കാലത്ത് എന്തെങ്കിലും അമൂല്യമായ വസ്തുക്കൾ, നിധി, അതൊക്കെ നമ്മുടെ കൈവശപ്പെടുത്തി കഴിഞ്ഞാലും അത് ഒഫൻസാണ്. അതുപോലെ തന്നെ വന്യജീവികളെ നമ്മൾ വേട്ടയാടി നമ്മൾ കൈവശപ്പെടുത്തിയാലും അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളാണ് പാർട്ട് എൻ്റെ അകത്ത് പറയുന്നത്. ഞാൻ പാർട്ട് ബീൻ്റെ അകത്ത് പറയുന്നത്, ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത് അതിൻ്റെ ടോട്ടൽ വാല്യൂ 1 crore, 1 കോടി അത് കൂടിക്കഴിഞ്ഞാൽ അത് പാർട്ട് ബി ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് സി ഡീൽ ചെയ്യണത് ഈ ബോർഡർ വൈസായിട്ടുള്ള എന്തെങ്കിലും ക്രൈം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വൈസായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻസ്, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് പാർട്ട് സി ആയിരിക്കും അത് ഡീൽ ചെയ്യണത്. ഓക്കെ, മണി ലോണ്ടറിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3 വർഷം നമുക്ക് തടവ് ശിക്ഷയും ഫൈൻ ഉണ്ടാവും. മാക്സിമം പോയി കഴിഞ്ഞാൽ 7 വർഷം വരെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ കള്ളപ്പണം വഴി നമ്മൾ നേടിയെടുത്ത പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ പറഞ്ഞ അധികാരികൾ വന്ന് ജപ്തി ചെയ്തോ പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് പണിഷ്മെൻറ്റ്. ഇനി അടുത്തത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതായത് ED. അപ്പോൾ ഇനി EDയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. EDയുടെ ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെമയില്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പാക്കണത് ഈ ED ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ കീഴിൽ ചില പ്രൊവിഷൻസ് ഉണ്ട്, അതൊക്കെ നടപ്പാക്കണതും ഈ ED ആണ്. ഓക്കെ, പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ കേസ് നടത്തിക്കൊണ്ട് പോണതൊക്കെ
ഈ ഡി ആണ്. അപ്പോൾ ഡി ആണ് ഇതൊക്കെ ചെയ്യണത്. ഓക്കെ, പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഡി ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ മൊത്തത്തിൽ ഭരിക്കണതും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നേതൃത്വം ചെയ്യണത് ഡി ആണ്. ഓക്കെ, അത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, FIU ഇൻഡ് എന്ന് പറയും. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇത് രൂപീകരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സെൻട്രൽ നാഷണൽ ഏജൻസിയാണ്. അതിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയകരമായിട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അത് കളക്ട് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, അനലൈസ് ചെയ്യും, എന്നിട്ട് അധികാരികൾക്ക് കൈമാറും. ഓക്കെ, പിന്നെ ഈ FIU ഇൻഡ് എന്ന് പറയുന്നതൊരു സ്വതന്ത്രമായ ഒരു റിപ്പോർട്ടിംഗ് ബോഡിയാണ്. അത് എക്കണോമിക് ഇൻ്റലിജൻസ് കൗൺസിലിന് അത് റിപ്പോർട്ടുകൾ ഡയറക്റ്റായിട്ട് കൈമാറും. അത് ഹെഡ് ചെയ്യണത് ഫിനാൻസ് മിനിസ്റ്ററാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇൻ്റലിജൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുണ്ടാവുമല്ലോ, അവർ ഈ കള്ളപ്പണത്തിന് എതിരെ ഉള്ള കുറ്റകൃത്യങ്ങളും അതിൻ്റെ ക്രൈംസും അത് കണ്ടുപിടിച്ച് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ എഫോർട്ട് ഉണ്ടാവുമല്ലോ, ആ എഫോർട്ടിനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താനും കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഈ FIU ഇൻഡിനുണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റൈറ്റി. ഇവിടെ റിപ്പോർട്ടിംഗ് എൻറ്റൈറ്റി മെയിനായിട്ട് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് മെയിനായിട്ട് വന്നത്. കാരണം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ അവരുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ എല്ലാ റിപ്പോർട്ടിംഗ് എൻറ്റൈറ്റി എന്തെങ്കിലും സംശയം തോന്നുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ FIക്ക് കൈമാറണം. ഓക്കെ, പിന്നെ ക്ലയൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം വെരിഫൈ ചെയ്യണം, ഐഡൻറ്റിറ്റി ഉൾപ്പെടെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ഓണർ ഉണ്ടാവുമല്ലോ, അതിൻ്റെയും ഐഡൻറ്റിറ്റി എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, ട്രൂ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യണം രണ്ട് പാർട്ടിക്കാരുടെ. അതുപോലെ തന്നെ ഈ ക്ലയൻറ്റിൻ്റെയും ബെനിഫിഷ്യൽ ഓണേഴ്സിൻ്റെയും ഈ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്ത എവിഡൻസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ റെക്കോർഡ്സ് നമ്മൾ ഒരു 5 വർഷത്തേക്കെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, സൂക്ഷിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ അത് റിലേറ്റഡ് വരുന്ന ട്രാൻസാക്ഷൻസ്, അത് സംബന്ധിച്ചായിട്ടുള്ള ഇൻഫോർമേഷൻസ്, റെക്കോർഡ്സ് എല്ലാം, അക്കൗണ്ട് ഫയൽസ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം ഒരു 5 വർഷത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ലിഗേഷൻസ്. STR, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സ്. എന്താണ് STR? അതായത് നല്ലവിള്ള ചമയുന്ന ചില ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവർ ബാങ്കിൽ പോയിട്ട് ചിലപ്പോൾ ക്യാഷായിട്ടോ ക്യാഷ് അല്ലാതെ ആയിട്ടോ ട്രാൻസാക്ഷൻസ് നടത്താം ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഫസ്റ്റത്തെ രീതി എന്താ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിനൊക്കെ തെളിവ് വന്നു, ഇയാൾ സംശയകരമായ രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതുപോലെ ട്രാൻസാക്ഷൻ്റെ പുറകിൽ ഇയാൾക്ക് കള്ളപ്പണം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു STR ആണെന്ന്. അതുപോലെ തന്നെ അൺയൂഷ്വലായിട്ടുള്ള സാഹചര്യത്തിൽ ഇയാളെ കാണുവാണെങ്കിലും, അതുപോലെ തന്നെ സത്യസന്ധമായ കാര്യത്തിനല്ലാതെ വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഇയാൾ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് STR ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് റൂൾസ്. ഇതിൻ്റെ അകത്ത് എല്ലാം റിപ്പോർട്ടിംഗ് എൻറ്റൈറ്റി ഈ പറയുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഫുൾ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10 ലക്ഷം അതിൽ കൂടുതൽ വരുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരേ സ്വഭാവമുള്ള കുറേ ട്രാൻസാക്ഷൻസ് ഒരു മാസത്തിൽ
10 ലക്ഷം താഴെ വരുവാണെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സമതുല്യമായ ഫോറിൻ കറൻസിയിൽ നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അത് 10 ലക്ഷം അതിൽ കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. പിന്നെ കള്ള കറൻസിയിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ സംശയം തോന്നുന്ന ചില ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ ക്യാഷിലായിരിക്കാം ചിലപ്പോൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ, അതായത് ഇപ്പോൾ ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ വരെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കേണ്ടത്. ഇത് സെൻട്രൽ KYC റെക്കോർഡ്സ് രജിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കണം, റിപ്പോർട്ടിംഗ് എൻറ്റൈറ്റി സൂക്ഷിച്ച് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് എൻറ്റൈറ്റി ആ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഇലക്ട്രോണിക് ഫോമിൽ 10 ദിവസത്തിനുള്ളിൽ സെൻട്രൽ KYC റെക്കോർഡ്സ് രജിസ്ട്രിയിൽ ഫയൽ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡും ഇൻഫോർമേഷൻസ് എല്ലാം എവിടെ പോയി കിടക്കും? സെൻട്രൽ KYC റെക്കോർഡ്സ് രജിസ്ട്രിയിൽ പോയി സ്റ്റോർ ചെയ്ത് എടുക്കും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് സമയം വരുമ്പോൾ നമ്മൾ അധികാരികൾക്ക് ഇൻഫോർമേഷൻസ് ഡാറ്റാസൊക്കെ നമ്മൾ കൈമാറുന്നത്. ഓക്കെ.